dum dum dara dara dum dum dara dara dum dum dara dara dum dum dara dara. Flowers comedy ഇതായിട്ടും വേറെ. നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇതായിട്ടും വേറെ. താമസിപ്പിക്കാതെ ഞാൻ വിളിക്കുന്നു ആ 3 പേരെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടൻ ആൻഡ് അസീസിക്ക. അതിവില്ലാതെ ഭയങ്കര തുള്ളിച്ചാട്ടമാണല്ലോ രണ്ടുപേർക്കും. ഷൂട്ടിനുമായി ഉണ്ണി മടങ്ങി കുടുംബത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, തറവാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ ഷാജോൻ ചേട്ടൻ ഇല്ലാഞ്ഞപ്പോഴും ഇവർക്ക് ഇതേ സന്തോഷം ഞാൻ കണ്ടു. ആണോ? ഞാൻ അറിഞ്ഞത് ഇവര് ഭയങ്കര ദുഃഖത്തിലിരിക്കുകയെന്നൊക്കെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. സത്യം. പക്ഷെ ഞങ്ങൾ ആ ദുഃഖം പ്രേക്ഷകരെ അതാണല്ലേ. എന്റെ ജഡ്ജ്മെന്റ് നടക്കുമ്പോ പുള്ളി അവിടെ ഇരുന്ന് കരയും. പുള്ളിയുടെ ജഡ്ജ്മെന്റ് നടക്കുമ്പോൾ ഞാൻ കരയും. ഇവരുടെ ജഡ്ജ്മെന്റ് കണ്ട് പ്രേക്ഷകർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ചേട്ടാ, ഞങ്ങളില്ലാത്ത ആ ഒരു ദിവസം ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അർജുനെ വിളിച്ച് ചോദിച്ചു, അർജുൻ അവിടെ എന്താണ് നടക്കുന്നത്, ജീവ തെറ്റിക്കുന്നുണ്ടോ, നസീർക്ക് മക്കടിക്കുന്നുണ്ടോ, അസീസ് എന്താണ് ഉറങ്ങുകയാണോ, ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവിടുത്തെ ഡയറക്ടർ നീ അത് ശ്രദ്ധിക്കാതെ ഇവിടെ നമ്മൾ ഒരു വലിയ സന്തോഷം നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. എന്താണ്? അതായത് നമുക്ക് ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാരെയും കലാകാരികളെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹീത കലാകാരി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ 50 വർഷങ്ങൾ പൂർത്തിയാക്കി. അത് വിപുലമായ ഒരു ആഘോഷം, ഓൾറെഡി 3-4 ആഘോഷം കഴിഞ്ഞു. പക്ഷേ നമ്മളോടൊപ്പം ഫ്ലവേഴ്സ് ടിവിയോടൊപ്പം ഇത് ഐറ്റം വേറെയോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മല്ലികാമ്മ. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം മല്ലിക സുകുമാരൻ. മല്ലികാമ്മ, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മളുടെ കുടുംബത്തിലേക്ക് ഹൃദയം. ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഫ്ലവേഴ്സ് കുടുംബത്തിനകത്താണ് ഞാൻ താമസം. ഒരു സുഹാസിനി അമ്മയെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് സൂസു. ഇപ്പൊ എവിടെ ചെന്നാലും സുഹാസിനി ചേച്ചി വിട്ടു. ഒത്തിരി സന്തോഷമുള്ള സമയമാണ്. 50 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. അപ്പം അയ്യോ സത്യം, ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരെ ഒരു വലിയ പരിപാടിയില് സ്വയംവര സിൽക്സിന്റെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ പരിപാടിയായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് ഒരു വാക്ക് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് എടുത്തിട്ട് എൻ്റെ 2 മക്കൾക്കും അയച്ചു കൊടുത്തു. ഒരാൾ പാരീസിലും ഒരാൾ ഹൈദരാബാദിലുമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, വലിയ ചേച്ചിയാണ്, ചുമ്മാ അതങ്ങ് ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ചേച്ചി ഒരു അമ്മയാണ്, ഞങ്ങളുടെയൊക്കെ മൂത്ത സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇത്രയും ജനം കൊട്ടാരക്കര എവിടുന്നൊന്നും എനിക്കറിയില്ല. ആ ഇരിക്കുന്ന ഒരു 10-25,000 പേര് എല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റ് എനിക്ക് അങ്ങ് സ്റ്റാൻഡിങ് ഓവേഷൻ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ കരച്ചിൽ വരും. അല്ലെങ്കിലൊന്നും അങ്ങനെ കരയുന്ന ആളല്ല ഞാൻ. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷമുണ്ട് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ. ഈ എപ്പിസോഡിൽ ഇരിക്കാൻ നല്ല നല്ല സ്കിറ്റുകളും പുതിയ തമാശകളും ഒക്കെ കണ്ട് നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം അടിച്ച് പൊളിക്കാം. തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ മല്ലികാമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളുടെ ഫ്ലവേഴ്സ് ടിവി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഐറ്റം ടീം തന്നെ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ശ്യാം, ദീപു ചേട്ടൻ ആൻഡ് മനു കുമ്പാരി. ഒരു മയത്തിനോടി വരണം. വയ്യാത്ത കാലം വെച്ച് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കല്ലൊക്കെ അല്ലേ? അല്ലല്ല, ഇനി ആ പേരിൽ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ. ഓടി വന്നത് കാലല്ല. ഓക്കെ അല്ലേ? ഉഷാറല്ലേ? ഈ ശ്യാം ഇതെന്താ ശ്യാം? ഇതെല്ലാം അവിടെ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നു. ഒരേ സമയത്ത് 3 സ്കിറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുമ്പിടി. ഇത് ശ്യാമല്ല. പേരെന്താ? ശ്യാം. പേര് മാറ്റി പറയും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നും നോക്കണ്ട. ഓക്കെ. അപ്പൊ ഇത് ഐറ്റം വേറെ. ഇതായിട്ടും വേറെ. ദൈവമേ, എല്ലാവർക്കും മുടി വളരണേ. എല്ലാണ്ണവും കൂടെ തലയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരണേ.
പൈസയും കൊണ്ടുവരണേ. മുടി വെച്ച് പിടിപ്പിച്ചവർക്കും മുടി വളരണേ ഭഗവാനെ. ശരണയ്യപ്പ. അണ്ണാ മുടി വെട്ടോ. ഞാൻ പിന്നെ മുടി വെട്ടാ അല്ലാതെ പിന്നെ റബ്ബർ വെട്ടാനാണ് നിൽക്കുന്നത്. എന്നാ ആദ്യം എന്റെ മുടി വെട്ടണം. എന്റെ മുടി വെട്ടണ്ട. ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ. റൊണാൾഡോ വരുന്നു ആ ഫ്രീ കിക്ക് എടുക്കാൻ. അതെ, രണ്ടുപേരെ സന്ധി സമ്മേളനം കഴിഞ്ഞെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിനകത്ത് ഇരിക്കാം. എന്റെ കസേരയാണ്. എന്റെ കസേര. നിർത്തടാ, ഇത് എന്റെ കസേരയാണ്. ഞാൻ ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ച കസേരയാണ്. നിന്റെ പൈസ പോലും ഇതുവരെയായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സമ്മതിച്ചു തരും? ഞാൻ സ്ഥലം എനിക്ക് ആദ്യം മുടി വെട്ടണമെന്ന്. എനിക്കറിയാം, സാർ എന്റെ സ്ഥിരം കസ്റ്റമർ ആണ്. ഈ ചെറുക്കൻ്റെ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു, അതുകൊണ്ടല്ലേ പറഞ്ഞു. അണ്ണൻ ഇങ്ങനെ എന്നെ പറയണ 38 വയസ്സായി. ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 52ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം നടക്കത്തുള്ളൂ. ഞാൻ മുതുക്ക് മുറ്റടിച്ച് നിന്ന് പോകും. 45 വയസ്സ് അറിയാമോ? എന്നിട്ട് ഞാൻ സിംഗിൾ ആണ്, അറിയാമോ നിനക്ക്? 45 വയസ്സുണ്ടെങ്കിൽ സാർ സിംഗിൾ അല്ല, അങ്കിള്. എന്റെ മുടി വെട്ടണം. എന്റെ മുടി വെട്ടിയേ പറ്റത്തുള്ളൂ. എന്റെ പെണ്ണിന്റെ മാമൻ പറഞ്ഞിരിക്കുന്നത് എന്തോന്നറിയാമോ? ഈ മുടി വെട്ടാതെ എന്നെ കല്യാണ പന്തലിൽ കേറ്റൂല. സാറേ ഒന്ന് സഹകരിക്കും സാറേ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന്. ഒരു കാര്യം ചെയ്യാം, മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും ഒരു പ്രാന്തനെ പോലെ. ഭ്രാന്തൻ അതല്ലെന്ന്, എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഒരു മത്സരം നടത്താം. ആ മത്സരത്തിൽ വിജയിക്കുന്ന ആള് കസേരയിലിരുന്ന് മുടി വെട്ടട്ടെ. അത് നല്ല സംഭവമാണ് സാർ. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസേരകളി നടത്താം. കസേരകളി അത് നല്ല ഐഡിയ ആണ് കേട്ടോ. നല്ല രണ്ടുപേർക്കും പരാതിയില്ല. ഞാൻ ജയിക്കും. നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ പ്ലേ ദ മ്യൂസിക്. വെരി ഗുഡ്. പെട്ടെന്നാവട്ടെ. ഈ സൈഡിൽ നിന്ന് വെട്ടി ലെവലാക്കി ഇടണം. പിന്നെ ഹലോ, പോലീസിലെ ബാർബർ. നമ്മളല്ലേ മുടി വെട്ടേണ്ട. ഈ പുള്ളിക്കാരൻ എന്തിനാ ഇതിനകത്ത് കയറിയിരുന്നു? നീ എന്തിനു കയറിയിരുന്നത്? ഞാൻ വിചാരിച്ച ഓണപരിപാടി ആയിരിക്കും. Play the music. ഓടണത് ഒരു SI ഇരുന്ന് കാണിക്കുന്നതൊക്കെയാണ്. കോപ്പോട്ടി തരട്ടാ, സമ്മാനമായിട്ട് തരട്ടാ. പോലീസുകാരനോട് സംസാരിക്കുന്നത്. അണ്ണാ, എന്റെ കല്യാണമാണ് അണ്ണാ. നേരെ ചൊവ്വേ കസേര കളിക്കാൻ അറിഞ്ഞാ നീ സാറാണ് ജയിച്ച. അപ്പൊ സാറിനാണ് സംഭവം സെറ്റ്. എനിക്ക് ബാക്ക് ഒന്ന് ഇറക്കണം. ഈ ഇറങ്ങിയിരിക്കണ പോലെ ഇനി ഇറക്കണം. എനിക്ക് ഈ മുടിയുടെ ബാക്ക് ഒന്ന് ഇറക്കണം. ഇവിടെ അത് നമുക്ക് ഇങ്ങനെ കോതി ഇങ്ങനെ ഇറക്കാം. സാറേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൈഡിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ തീയെ കത്തിച്ച് മുടി വെട്ടുന്നത് എങ്ങനെയാണ്? ഫയർ കട്ട്. ഫയർ കട്ട്. അത് എത്ര രൂപയോ? 25,000 രൂപ. അയ്യോ, 25,000 രൂപയോ? സാറിനെ കത്തിച്ച് ഞാൻ ഈ കട ഫുള്ള് കത്തി. എന്റെ പൊന്നപ്പി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് കാര്യം ചെയ്യാം. ഈ ബോക്സർ അടിക്കാം. ബോക്സർ അടിക്കാൻ കിളിക്കൂടുമല്ലോ മണി. ഹെയർ സ്റ്റൈൽ ബോക്സർ അടിക്കാൻ. അതിന് നമുക്ക് ഈ സൈഡ് ഇനി ഇല്ല. ഇവിടെ ഈ സൈഡ് ഇല്ലാത്തോണ്ട് നമുക്ക് അത് നമുക്ക് വിട്ടേക്കാം. അപ്പച്ചി അയ്യോ, ഒന്നും പറയണ്ട. അക്കൂസ് നടുന്നല്ലി വീണ് കൈയും പൊട്ടി കാലും പൊട്ടി. ഇപ്പൊ കുഴപ്പമില്ലാതെ വീട്ടിൽ ഉണ്ട്. നിങ്ങൾ ആരും പറയണം? എന്റെ അപ്പച്ചിയുടെ കാര്യം. അപ്പച്ചിയുടെ കാര്യമല്ല പറഞ്ഞത്, അപ്പാച്ചി വെട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. സൈഡിൽ നിന്ന് പോലീസുകാരനാണ്ട് കറക്റ്റായിട്ട് ഇപ്പൊ മുടിയും കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് അപ്പാച്ചി ചേരും. കളിയാക്കല്ലേ പാവപ്പെട്ട. എന്റെ പൊന്നു സാറേ, ഓരോരോ വിവരങ്ങളൊക്കെ നടക്കുന്നത് കണ്ടില്ലേ? കണ്ട് നോക്കിയേ, KSRTC പുതിയ നിയമം. KSRTC സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കാൻ പോണു. അപ്പൊ നിന്ന് പോണവരെ തൂക്കി കെട്ടിയിടൂടെ? ഇയാളൊരു പോലീസുകാരൻ തന്നെയാണോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സാർ അച്ഛൻ മരിച്ച വേക്കൻസി ജോലി കയറിയതാണോ? അല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഉരച്ച് കയറിയതാണോ? അല്ലാതെ ഇതൊന്നും എഴുതി പോലീസിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളുടെ തന്നെ പെട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു. കല്യാണം കഴിക്കേണ്ട ഒരു ഇതുകൊണ്ട് വിഷയം ഉണ്ടാക്കല്ലേ. പൊതുഖജനാവിന്ന് പണം മുടക്കി സർക്കാർ ഇങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് യവനെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുറോട്ടിലിട്ട് കുത്തിപ്പിഴിഞ്ഞ് വെട്ടിക്കവർച്ച നടത്താനല്ല, ജനങ്ങളുടെ സ്വത്തും സ്വൈര്യ ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാണ് നമ്മുടെ പോലീസ്. ഞാനിതുവരെ അറിഞ്ഞില്ല. ടെൻഷൻ അടിക്കരുത് പുള്ളി. ടെൻഷൻ അടിക്കല്ലേട്ടാ. ടെൻഷൻ അടിച്ച് നമ്മളെ മുടി നരയ്ക്കും.
ടെൻഷൻ അടിച്ച മുടി ടെൻഷൻ അടിച്ച എനിക്ക് നല്ല ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ട് ഇത്ര ഭാഗം അല്ല ഇപ്പൊ നരി മാറ്റം എന്നാ ചെയ്യണം? ഹെന്ന ചെയ്യണം. അല്ല എന്താ ചെയ്യണം? അതാ പറഞ്ഞ ഹെന്ന ചെയ്യണം. എന്താ ചെയ്യണം? അതല്ല ഞാൻ പറഞ്ഞ ഹെന്ന ചെയ്യണമെന്ന്. എന്താ ചെയ്യണോടാ? HENNA ഹെന്ന അല്ലേ? അത് ഹെന്ന ചെയ്യണം. അതാണ് പറഞ്ഞത്, അത് ചെയ്ത കളർ മാറും. ഫോൺ എടുടാ. കുഴപ്പമില്ല, എത്തിട്ട് അടിക്കട്ടെ. ചിലപ്പോ അത്യാവശ്യം നീ ഫോൺ എടു. വൈകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ, എസ്കോട്ടെ, എനിക്ക് പറ്റിയൊന്നുമില്ല. പിന്നെ ഇവിടെ വേറെ പണി നടക്കുന്നതിന്റെ ഇടയിൽ ഭീഷണിയാ. എന്താ പറഞ്ഞ പറ്റൂല. ഭീഷണിപ്പെടുത്താ? ആരാ എന്താണ് കുഴപ്പം? എന്റെ കൊച്ചുങ്ങളെ നീ എന്തിനാ ഭീഷണിപ്പെടുന്ന? ചവിട്ടി നട്ടതിയാ ഓടിക്കും, അറിയാവോടാ നിനക്ക്? മേലെ ഈ നമ്പർ വിളിച്ചോ വരുത്. എന്റെ കൊണമാറ്റിക്കരുത് നീ. കടം മേടിച്ചിട്ടുണ്ടോ നീ? ഇല്ല. പിന്നെ കടക്കാരാ വിളിച്ചത്? എന്റെ സ്വന്തക്കാരാ? ഇല്ല. കൂട്ടുകാരാ? എനിക്കറിഞ്ഞൂടാ. നിന്റെ ഫോണെ ആര് വിളിച്ചത് നിനക്കറിഞ്ഞൂടെ? എന്റെ ഫോണല്ല, നിങ്ങളെ ഫോണിലാണ് വിളിച്ചത്. എന്റെ ഫോണില്ല. ഏതാ ഒരു അജി എന്റെ അടുത്ത് പറഞ്ഞ എസ്കോട്ടൽ എന്താണ്ടാ പറഞ്ഞു. എന്റെ പണി പോയടാ. ഞാൻ ചീത്ത വിളിച്ചത്. നിനക്ക് പറഞ്ഞു ഞാൻ അറിയണത്. ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് ചീത്തയും വിളിച്ചു. ഇനി നീ എന്നെ മുടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല തന്നെ. ഈ കേട്ടോ മക്കളെ വേണം, നിന്റെ കല്യാണം നടക്കട്ടെ. അതെ, എന്റെ പണി പോയണം. അനുഗ്രഹിക്കണം. അപ്പൊ എന്റെ മുടി വെട്ടല്ലോ. അതെ, ഓ കളർ അടിക്കൂ. കളർ അടിക്കൂ. കളറും അടിക്കും, വൈറ്റും അടിക്കും. 100 രൂപ ഞാൻ ചേരുന്ന. ഞാനൊന്നും ഷെയർ ഇട്ടു. അല്ല, ഇത് ആര് പോയി വാങ്ങിക്കും? പണി പോയ ഒരാളൂടെ പോണ്ടി. ചുമ്മായിക്കണം. ഓ ബിവറേജ് ഒന്ന് പോകാൻ പറ്റുമോ? ഒരു സാധനം എടുക്കണം. ഫുള്ള് ഞാൻ പൊട്ടനാടാ. നീ ആർദ്ര ഈ പരിപാടി കാണിച്ചത്? എന്ത് പറ്റി? 200 കൊണ്ട് പോയി എങ്ങനെ ഫുള്ള് കിട്ടും? ബാക്കി സാറ് ജോലി പോയതിന്റെ ചെലവ്. അപ്പൊ ടച്ചിങ് സാർ താണ്ട ഇരിക്കല്ലേ സുഖിയൻ. സുഖീനുണ്ടോ? സൂപ്രധാന സുഖിയൻ. പാവം അല്ലടാ. പാവ എണ്ണ കിടന്ന് തിളച്ചു മറിഞ്ഞ് അതിന്റെ ഊപ്പാട് വന്ന സാധനത്തിന്റെ പേര് കേട്ടാടാ, സുഖീൻ. അവിടെ മക്കളോടാ, നീ പിന്നെ നിന്റെ അവിടെ കല്യാണത്തിന് ഇവിടെ ഭയങ്കര വിഷയം എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ ഏരിയയിലൊക്കെ. അയ്യോ, അവിടെ പല വിഷയം ഉണ്ടാവും. നിങ്ങളൊന്ന് മുടിവെട്ട്. നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത്, അതായത് നിന്റെ അനിയൻ കിടന്ന് ഒരു വീട്ടിൽ ചെന്ന് കയറി അങ്ങനത്തെ വിഷയം ഉണ്ടായില്ലടാ. അവൻ മസന കൂടി വഴി ഊട്ടിക്ക് പോയി. നിങ്ങൾക്ക് എന്ത് കുഴപ്പം? നിങ്ങൾ മുടിവെട്ടാൻ. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നീ എന്ന് കയറുന്ന വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതെ, എല്ലാ മലയാളികളും ഇപ്പൊ ഹിന്ദിക്കാരുടെ കടയിൽ പോയി മുടിവെട്ടുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? ഇതുപോലത്തെ കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുഞ്ഞമ്മ പറ്റോ, കൊച്ചിച്ചൻ ആരുടെ കൂടെ പോയി, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് മുടിവെട്ടിയാ പോരെ? സോറിടാ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ചോദിച്ചതേ ഉള്ളൂ പറഞ്ഞാൽ മുടിവെട്ടാൻ ഭയങ്കര ജാട തന്നെ. അവന് ജാട വരത്തില്ല. മക്കളാടാ, പിന്നെ നീ എവിടെ കല്യാണം കഴിക്കണ? തകഴി. തകഴിയിലേത് ഭാഗത്ത്? തകഴി പടഹാരം. പടകാരത്തോടെ? പടഹാരം പള്ളിയുടെ അവിടെ. പള്ളിയുടെ ഏത് ജംഗ്ഷനിൽ? പള്ളിയുടെ തൊട്ടപ്പുറത്തായിട്ട് വരും. തൊട്ടപ്പുറത്താ? ഓ എടേ, നമ്മളെ ഏരിയയുടെ 10 വർഷം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്ന സ്ഥലമില്ല അവിടെയൊക്കെ. പിന്നെ എനിക്ക് അറിയാവുന്ന ഏരിയ ആയിരിക്കും മിക്കത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ. ഇത് വിഷയം മോളുമല്ലേ? പിന്നെ അറിയാവാ? അമ്മ അറിയാവാ? പിന്നെ അയ്യോ, സത്യം പറയല്ലോ, പാവപ്പെട്ട വീട്ടുകാരൻ. അച്ഛൻ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. സത്യം പറഞ്ഞ അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരിക്കലും ഇനി നടക്കില്ലല്ലോ ദൈവമേ. വീണോ? അച്ഛനാ? ഭാര്യ, അമ്മ, കിങ്ങിണി, മോള്. അല്ലപ്പോ 10 വർഷം മുമ്പ് മരിച്ചു പോയെന്ന് പറഞ്ഞത്? ആ ചെറുക്കാൻ നീ ആവശ്യമില്ല ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരെ മുമ്പ് മരിച്ച്. അവരുടെ കണ്ടില്ല? ഓ, അതെന്തിന്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുടുംബ പ്രാരാബ്ദവും കാര്യങ്ങളും നോക്കി നടക്കാൻ പറ്റൂല. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ലാവിഷായിട്ട് നടക്കണം. അതാണ് എനിക്ക് ഇഷ്ടം. അല്ലടാ, നിന്റെ അമ്മായി അച്ഛൻ. പപ്പ. പപ്പ. ഉഷാർ, അടിപൊളി, നല്ല കയറി. എങ്ങനെയുണ്ടായിരുന്നു ബാർബർ ഷോപ്പ്? അടിപൊളി, മനോഹര. എന്തൊരു ടൈമിംഗ് ആയിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു. നല്ല കണ്ടന്റ്, നല്ല രസമുള്ളൊരു സംഭവം. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചിരിപ്പിക്കാനുള്ള സംഭവം. സന്തോഷമായി. നല്ലൊരു സാധനമുണ്ട്. 3 പേർക്കും എൻ്റെ ഹാർദ്യമായ അഭിനന്ദനം. നന്നായിരുന്നടാ, നല്ല രസമായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. കുറച്ചുകൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചു പോയി കേട്ടോ. അടിപൊളി അടിപൊളി. ഈ പോയ SI പൈസ തികയാതെ തിരിച്ചു വരായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് നിർത്തിയോണ്ട് ആസ്വദിച്ച് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് നിർത്തിപ്പോയി. നല്ല സ്ക്രിപ്റ്റ്, നല്ല കൗണ്ടറുകൾ, നല്ല സിറ്റുവേഷൻ, നല്ല ഏരിയ ആയിരുന്നു. ആ ദീപുവിനോട് ചോദിക്കുന്ന ഓരോ സാധനത്തിനും പറയുന്ന കൗണ്ടറുകൾ ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാം പുതുമയുള്ളതായിരുന്നു. അടിപൊളി. താങ്ക് യു.
ഷാജു ചേട്ടാ നിങ്ങൾ 3 പേരും ഗംഭീരമായിരുന്നു, ഉഗ്ര സ്കിറ്റായിരുന്നു, നന്നായിട്ട് ചിരിച്ചു. ശ്യാമേ, നല്ല ടീമാണ്. ശ്യാം അവർക്ക് പറ്റുന്ന ആർട്ടിസ്റ്റാണ്. കാര്യം ഇവർ 2 പേരും ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്ന ഭയങ്കര ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. ശ്യാം അതിൻ്റെ ഒപ്പം അതിന് മേളിലോ നിന്ന് പൊളിച്ചു നിന്ന് ശ്യാം അവരുടെ ഒപ്പം നിന്ന്. ദീപു എന്താ പറയണത് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു റിയാക്ഷനും ഇല്ലാതാണ് ദീപു തമാശകൾ പറഞ്ഞത്. അതിന് നമ്മൾ ഇവിടെ കിടന്ന് ചിരിച്ചിട്ട് അച്ഛനില്ല മരിച്ചു ഒരു എക്സ്ട്രാ ഒരു പരിപാടിയില്ല ദീപു. വളരെ കൂളായിട്ട് നിന്നാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. മനുവിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ക്യാരക്ടറിന് ആപ്റ്റായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സാധാരണ ഒരു സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കും, ഇത് തീർന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും, തീർന്നാൽ മതി എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, പെട്ടെന്ന് തീർന്നു പോയല്ലോ നമ്മൾ വിചാരിച്ചു പോയി. ഗംഭീരമാണ് കേട്ടോ നിങ്ങൾ 3 പേരും. എനിക്ക് തോന്നുന്നു നിങ്ങൾ 3 പേരും ഭയങ്കര കോംബോ എന്ന് തോന്നുന്നു കേട്ടോ. ഒരു ടീമാവാൻ പറ്റിയ ഒരു ഉഗ്രൻ ടീമാവാണ്. കണ്ടിന്യൂ നിങ്ങൾ 3 പേര് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ ഉഗ്ര സാധനം. അതുകൊണ്ട് ദീപ് വന്ന് ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ദീപ് വന്നിരിക്കണത് അതിലെ നല്ല മറ്റേ ഫയർ കട്ടിങ് 25,000 രൂപ എൻ്റെ കടയിൽ കൂടെ കത്തുമല്ലോ. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം പുതിയതായിരുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഉഷാറായ സ്ഥിതിക്ക് ഉഷാറായിട്ട് വരട്ടല്ലേ. ആദ്യം മാർക്ക് കൊടുക്കുന്ന ഞാൻ കൊടുക്കാം. എന്തായാലും അവർക്ക് സാധനം എടുക്കാൻ വേണ്ടി പൈസ തികഞ്ഞില്ലല്ലോ. അപ്പൊ ഞാനൊരു ഒരാഴ്ചത്തേക്കുള്ള സാധനം ഒരാഴ്ച 9,000 ഞാൻ കൊടുത്തിരിക്കുന്നത്. 9,000 രൂപ 2 ദിവസം. അപ്പോ രണ്ടാമത് ഷാജു ചേട്ടാ ഞാനൊരു 7 മാർക്കും കൊടുത്തേക്കും. അപ്പം മൊത്തം 16,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇക്ക നേരെ അങ്ങോട്ടാണ്. ഓക്കെ നോക്കാം. 50,000 രൂപ. ഇവിടെ ഒഴുക്കായിരിക്കും. 2 പ്രാവശ്യം കട കത്തിക്കാം. ഇനി ഒഴുകി നടക്കരുത്. അടുത്ത സ്കിറ്റ് എഴുതണം, പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ട് വന്ന് പിന്നെ ഒഴുകാനുള്ളത് വാങ്ങിച്ചോണ്ട് പോകണം. ഓക്കെ, അപ്പം ശരി സാർ. അടിപൊളി അടിപൊളി. ഓക്കെ, നമ്മുടെ ഉഗ്രൻ ടീമാണ് വരാൻ പോകുന്നത്. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ഷജീർ. വെൽക്കം ബാക്ക് മക്കളെ. കാണുമ്പോ തന്നെ ഉഷാറായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഇത് ഐറ്റം വേറെ ഇല്ല, കമലഹാസനാണ് വിനോദ്. ഞാൻ തന്നെ സുമി ആ ഡയലോഗ് തെറ്റിയിട്ട് വീണ്ടും അത് തിരിച്ചു പിടിച്ചില്ല. അത് വൈറലാണെന്ന് എത്ര പേരാണെന്ന് കണ്ടിട്ട് വിളിച്ചു. അങ്ങനെ ഷജീർ റിഹേഴ്സൽ സമയത്ത് പറഞ്ഞാ നമുക്കിനി മനഃപൂർവ്വം തെറ്റിക്കാൻ വൈറലാവും. അല്ല, സുമയുടെ ആ തെറ്റേരി കണ്ട് ഇവന്മാരും തെറ്റിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിലെ തെറ്റുകുറ്റങ്ങളില്ലാതെ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചിരിപ്പിക്കാൻ നോക്ക്. അപ്പൊ ഉഷാർക്ക് ഉഷാർ. ഇത് ഐറ്റം വേറെ. സൈക്കിളിന്റെ കാറ്റും പോയി, വെടിയും തീർന്നു. ഹലോ ഹലോ, ഞാനാ. അയ്യോ പ്രേതം. ചേട്ടാ ചേട്ടാ, ഞാൻ പ്രേതമല്ല, അതെന്റെ സ്ഥായി ഭാവമാ. ഇയാള് പിന്നെയും തുടങ്ങി വെക്കുവാന്നോ? അതല്ല ഈ പേപ്പർ വെള്ളം ഉണ്ടോ, പോയിട്ടോടോ. അതല്ല ഈ കത്തൊന്ന് വായിക്കാമോ? ലവ് ലെറ്റർ ആണേ വായിക്കാം, പക്ഷെ ഇപ്പൊ റിപ്ലൈ തരൂല. അപ്പോയിന്റ്മെന്റ് ഓർഡറോ? അതെ അതെ, തന്റെ അച്ഛൻ മന്ത്രിയാണല്ലോ. ഈ മന്ത്രിക്ക് ഇടയ്ക്ക് വധഭീഷണി വന്നില്ലേ? അപ്പൊ സർക്കാർ ഒരു ബ്ലാക്ക് കാറ്റ് അച്ഛന്റെ കൂടെ നിയമിച്ചായിരുന്നു. ഇപ്പൊ അച്ഛന് പേടി മോൾക്ക് വധഭീഷണി വരുമെന്ന്. അപ്പൊ അച്ഛൻ തന്റെ ബ്ലാക്ക് കാറ്റ് അച്ഛൻ നിയമിച്ചതാണ്. ഇനി എപ്പോഴും എന്നും ഞാൻ കൂടെ ഉണ്ടാവും.
28 വയസ്സായി. കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവ് കൂടേണ്ട സമയത്ത് വിട്ടേക്ക് ഒരു ബ്ലാക്ക് കാറ്റിനെ കള്ളത്തണ്ട. അല്ലെ ഇയാള് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താ വന്നേക്കുന്നത്? ബ്ലാക്ക് കാറ്റ് എന്നല്ലേ പറഞ്ഞത്? ഞാൻ എല്ലാത്തിലും വ്യത്യസ്തനാണ്. കാരണം എല്ലാ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മനസ്സിലായി. അല്ലേ? വ്യത്യസ്തനായിട്ട് നടക്കുന്ന ഒരു വെള്ള ഡ്രസ് ഇട്ടിട്ടുള്ള ആളാണ്. തനിക്ക് വേറെ കാര്യമോ? ഞാൻ നിഴലിന് വെടി വെക്കാറുണ്ട്. നിഴലിനെയോ? Yes. എന്താ അങ്ങനെ? അതായത് ഇപ്പൊ തന്നെ ആക്രമിക്കാൻ വേണ്ടി ഒരു ശത്രു വരാണ്. അപ്പൊ ഇങ്ങനെ നിക്കല. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എവിടെ നിഴൽ വരുന്നത്? ഏകദേശം ഇവിടായിട്ട് നിഴൽ വരും. ഇവിടെ വരും. അപ്പൊ ഞാൻ ആ നിഴലിൽ നോക്കിയിട്ട് പിഷ്കു 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 എന്ന് വെടിവെക്കും. അതെന്താ അങ്ങനെ? അപ്പൊ ആ സമയത്ത് ശബ്ദം കേട്ടിട്ട് പുള്ളി തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ അയാളെ വെടിവെക്കും. അല്ല അതെന്താ അങ്ങനെ? അങ്ങനെ പറഞ്ഞാൽ പുള്ളി തിരിഞ്ഞു നോക്കുമ്പോ കാരണം ഞാനാണ് അയാളെ കൊന്നെന്ന് കേൾക്കണം. അതാണ് എന്റെ ഡെമ്പീസ്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പം ഇവിടെ ഒരു തീവ്രവാദി വന്ന ഇയാൾ എന്ത് ചെയ്യും? തീവ്രവാദി വന്നാൽ എന്നല്ല, തീവ്രവാദി വരണം. വന്ന് കഴിയുമ്പോൾ ദേ ഞാൻ ഈ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യും. ഇത് വെള്ളത്തുവാലയല്ലേ? ഇത് വെള്ളത്തുവല്ല, ഇത് തുവള തോക്കാണ്. തുവാന തുമ്പികളെ കേട്ടിട്ടുണ്ട്. തുവള തോക്കെന്ന് പറയാൻ ആദ്യമായിട്ട്. അതല്ല, ഇതെന്താണ്? ഈ ശത്രു വരണം. വന്നു കഴിഞ്ഞിട്ട് എന്റെ കാൽ കീഴിൽ അയാളെ കിട്ടണം. കാൽ കീഴിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയാൻ പാടില്ല. മനസ്സിലായോ? എന്റെ കാൽ കീഴിലാണ് പുള്ളിയുടെ. അപ്പൊ ഞാൻ വെടിവെക്കും അയാളെ. ഇതെന്താണ്? അയ്യാ എന്നെ ഒന്ന് പിടിച്ചേപ്പിക്കേ. പോലീസ് പിടിച്ചാലോ? അല്ലെന്ന് പിടിച്ചേപ്പിക്കാൻ. ഏതോ പ്രായമാണ്. അമ്മാവാ, അമ്മാവൻ എനിക്ക് അമ്മാവാ. ആ പറ. അരേ കുബൂസോ. കാപ്പിയും കുബൂസും വേണം എനിക്ക്. അയ്യോ ഞാൻ കാപ്പിയും കുബൂസും വിൽക്കാൻ വന്ന ആളല്ല. പിന്നെ ഞാൻ അധോലോക നായകൻ. ഉലകനായകന്റെ ആരുമല്ല. ബോംബെ നഗരത്തെ കിടുകിട വിറപ്പിച്ച ദാമോദർജിയുടെ ആരാണ്ട? അതാരാ? പുള്ളിയാണ് ബോംബെ നഗരം കിടുകിട വിറപ്പിക്കുന്ന ആള്. അയ്യോ ഇത് അത്ര കിടുകിട ഇല്ല, ചെറിയൊരു കിടു അത്രേ ഉള്ളൂ. സത്യത്തിൽ തനിക്ക് എന്തോ വേണ്ടുന്നു? എനിക്ക് ഇച്ചിരി എങ്ങനെങ്കിലും ഒരു കുറച്ച് ബാമോ വല്ല ഓയിൽമെന്റ് എന്തെങ്കിലും തരാമോ? അതെന്തിനാ? ഞാൻ അവിടെ തൊട്ട് നിങ്ങളുടെ പുറകെ ഇങ്ങനെ നിരഞ്ഞിരഞ്ഞ് വരികയാണ്. ആകെ ഉണ്ടായിരുന്ന മുട്ടയിലുണ്ടായിരുന്ന 4 അരിമ്പാറാണ് തേഞ്ഞു തീർന്നു പോയി. അല്ല ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പുറകെ വന്നത്? ഇവരെ ഞാൻ ബോംബെയിലേക്ക് കൊണ്ടുപോകും. ആ അങ്ങനെ ഞാൻ സമ്മതിക്കാനല്ല. നീ ആരടാ നീ? ഇതെന്റെ ബ്ലാക്ക് കാറ്റാണ്. അപ്പോ എന്തൊരു പറഞ്ഞത്? കണ്ടുപൊട്ടിരിക്കണമെന്നാണ് നീ പറഞ്ഞേട്ടാ. ബ്ലാക്ക് കാറ്റ് എന്നാ? അല്ല ഇയാളല്ലേ പറഞ്ഞു എന്റെ ബ്ലാക്ക് കാറ്റാണ് അച്ഛൻ നിയമിച്ചു എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു? ഞാൻ ഇയാളോട് പറഞ്ഞാൽ അയാളോട് പറഞ്ഞത് മാസി പറഞ്ഞ കാര്യമാണ്. ചേട്ടാ ഈ പുള്ളിയെ എന്റെ ബ്ലാക്ക് കാറ്റാണ്. അതെ. നീ മന്ത്രിയുടെ മകളല്ലേ? അതെ. നിന്നെ തട്ടിക്കൊണ്ടുപോയി നിന്റെ അച്ഛൻ്റെ കോടിക്കണക്കിന് രൂപ ഞാൻ സമ്പാദിക്കും. എന്റെ പൊന്നെ ഏട്ടാ, കോടിക്കണക്കിന് പൈസ ഒന്നും അച്ഛൻ തരത്തില്ല. ലക്ഷണക്കണക്കിന്? ലക്ഷണം കണ്ടൊരു തലവേദനയാണ്. അതല്ലെന്ന്, ലക്ഷക്കണക്കിന് വല്ല കിട്ടുവോ? കിട്ടൂല. ഇച്ചിരി കടമെങ്കിലും കിട്ടുമോ കാശ്? എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് അറുത്ത കൈക്ക് ഉപ്പ് കൊടുക്കാത്ത ആളാ. മുറിഞ്ഞ കൈക്ക് മരുന്ന് കെട്ടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരുമോ? കിട്ടൂല കിട്ടൂല കിട്ടൂല. കയ്യില് വേദനയിൽ പാട്ടൊക്കെ പറഞ്ഞിട്ടല്ലോ. അതല്ലെന്ന്, കാശ് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഓക്കേല പറഞ്ഞിട്ട് കാര്യമുള്ളല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി ഒന്ന് ചോദിച്ചോക്കെ. ഒന്നുകൂടി ചോദിക്കാല്ലേ? നീ മന്ത്രിയുടെ മകളല്ലേ? ഇയാൾക്ക് ഈ ഒരു ഒറ്റ ഡയലോഗ് മാത്രം അറിയത്തുള്ളൂ. മന്ത്രിയുടെ മകളല്ലേ, മന്ത്രിയുടെ മകളല്ലേ, മന്ത്രിയുടെ മകളല്ലേ. അതെന്താണെന്നറിയാം, 4 ദിവസമായി ഞാൻ ഈ കമ്പനി കയറിയിട്ട്. അവിടെ ചെന്നപ്പോ ഒരാഴ്ചത്തേക്ക് ഇത് മാത്രമേ പഠിക്കാവുള്ളൂ എന്ന് അവര് പറഞ്ഞു. നാട് കാക്കുന്ന മന്ത്രിയുടെ മകളാണത്. ആ മന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ വന്ന ബ്ലാക്ക് കാറ്റ് ആണ് ഞാൻ. എന്റെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. കിടുക്കണ്ടല്ലോ. നിങ്ങളുടെ സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിക്കണ്ടല്ലേ? ഞങ്ങൾ ഇതൊന്നും പഠിപ്പിക്കില്ല അവിടെ. ഞങ്ങൾ 2 പേജ് സ്ക്രിപ്റ്റ് നമുക്ക് ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. അതല്ലേ? തോക്ക് കാണിക്കണം. ഒന്ന് കണ്ടടച്ചൊരു സൂത്രം കാണിച്ചു തരാം. ഇതാണ് എന്റെ തോക്ക്. അയ്യേ, വെള്ളത്തോക്ക് ചെറുതാണിത്. ചെറുതല്ലേ? വെടിവെക്കണം. ഒന്ന് പുറംതിരിഞ്ഞ് നിൽക്കാവാ. എന്തിനാ? എവിടെ നീളല്ലേ? എവിടെ? ഓക്കേ. ഇതെന്താ മുള്ളണ നോക്കോ? തണ്ണീർവാതകം. ഇത് പൊട്ടൂലേ? പൊട്ടും. ഈ തോക്ക് നിലത്തിട്ടാ പൊട്ടൂന്നാണോ? അതെ, നമുക്കൊരു പണി തല. കണ്ണി പൊട്ടിട്ടാല. മൂക്കിലല്ലേ പൊടിയുന്നത്? മൂക്കിലാരും മുളക് പൊടി കൊണ്ടിടൂ. ഒരു മിനിറ്റ്. ഹലോ ബായ്, എന്റെ കയ്യിൽ മുളക് പൊടി ഉണ്ട്. എന്റെയും മാങ്ങയുണ്ട്. ആണോ? നല്ല ഉപ്പുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ മുറിഞ്ഞെടുത്തിട്ട് ഞമണാന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പത്തിലുണ്ടല്ലോ ഒരു തുണിയിൽ കുറെ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് മാങ്ങയും മുളക് പൊടി ഇല്ലേ അടിച്ചടിച്ച് നിന്നിട്ടുണ്ടോ? അയ്യോ, വേദനയല്ല. ആ സാധനം എന്റെ ഇങ്ങനത്തെ വരികയാണെങ്കിൽ രസല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ ഈ മാങ്ങ ഉപ്പൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു പറമ്പ് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ. അവിടെ ആക്കാണ്ട പറമ്പ് വേണ്ടോ? എന്തോരം മാങ്ങയുടെ ഉണ്ടെന്ന് അറിയുമോ? അതെ, നമുക്ക് പോയി പറിച്ചാലോ? നമുക്ക് അവിടെ എങ്ങോട്ട് പോവാടോ? മാങ്ങാ വെച്ചാൻ പോവാണോ? നാണല്ലോ, ഇയാളൊരു ബ്ലാക്ക് കാറ്റ് അല്ലയോ? പേരിന്റെ മുമ്പിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് മാങ്ങ 2 മത്തി എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇതെന്താണ് ഈ പറഞ്ഞത്? എന്റെ അടുത്ത് നീ കളിക്കാൻ നോക്കണ്ട. അടിച്ച് നിന്റെ തലമണ്ട ഞാൻ പൊളിക്കും, അറിയാല? നിങ്ങൾ മന്ത്രിയുടെ മകളല്ലേ? പൊട്ടാസില്ല, സാധനമില്ല. ഇത് വെറുതെ കളിപ്പിക്കാൻ. ഇതൊക്കെ എനിക്ക് കുറെ അറിയാലോ.
ഇനി ഒരു കാര്യം ചെയ്യാം, അവസാനത്തായിട്ട് ഞാൻ എടുക്കാൻ വേണം. ഇനി നിങ്ങളെ ഞാൻ തളച്ചിരിക്കും മോനെ. കണ്ടടാ, അടിപൊളി സാധനം, ഷോക്കേസിൽ വെക്കാൻ പറ്റിയ അല്ലേട്ടാ. മറ്റേ സാധനം ഉണ്ട് ഇങ്ങനെ ബബിൾസ് വന്ന സാധനം. എനിക്ക് പൊട്ടാസ് പൊട്ടണ തോക്ക് ഇത് കൊള്ളൂല. ഇതല്ലെന്ന്, പിന്നെ ഇതെന്ന് പറഞ്ഞ എന്റെ 2 ജീവനാണ്. അറിയോ? 2 ജീവനുണ്ടോ? അറിയാൻ പാടില്ല. അതല്ലെന്ന്, ഇത് എന്റെ ജീവനാണ്. ഇവനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ചവിട്ടിയെന്ന് തുല്യമാണ്. അറിയാവാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചവിട്ടി നോക്കടാ, നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. എടോ, തന്റെ ജീവൻ മാത്രല്ല തന്റെ നെഞ്ചിട്ട് ഞാൻ ഇങ്ങനെ ചവിട്ടും. പാവകേടാ, ഇവിടെ ചവിട്ടി അവിടെ ചിരിച്ചു. അതല്ലെന്ന്, ഇവ പൊട്ടിത്തെറിക്കും. പിന്നെ ഇനി എന്തായാലും പറഞ്ഞാൽ ഞാൻ ഇനിയും പൊട്ടിത്തെറിക്കും. എടാ, ഈ പാവടത്ത് ബോംബുണ്ടെന്ന് നീ കാലെടുത്ത് അപ്പ പൊട്ടും. സാധനം ഞാൻ സെറ്റ് ചെയ്തിരിക്കണം. ഒരുത്തൻ വീണിട്ടുണ്ട്, ഇനി ഒരുത്തിനെ കൂടി വീഴ്ത്തണം. അങ്ങനെയുള്ള ബോംബൊക്കെ ഉണ്ടാ? ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ ഈ മൊബൈൽ ഫോൺ അതുപോലെ ഈ ടൈം പീസ് ഗിഫ്റ്റ് ബോക്സിനകത്തൊക്കെ പാവക്കകത്ത് വരുന്നത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സ്ക്യൂസ് മീ കേട്ടോ, ഞങ്ങൾ പാവങ്ങളല്ലേ, അത് പാവയിൽ കൊണ്ടുവരാൻ പറ്റുമോ? ചവിട്ടടി. എടി, അവിടെ ചവിട്ടാനാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഇതുമ്പോ ചവിട്ടാനല്ലേ. കൂട്ടുകാരൻ പെട്ടല്ല. ശരി, ഞാൻ അങ്ങോട്ട് തെറിക്കുക. അല്ല, അങ്ങനെയല്ല, ഞങ്ങളല്ലേ തെറിക്കണ്ടേ? ഞാൻ പോവാണെന്ന് പറയാം. ഞാൻ പോവാ. ഒരു മിനിറ്റ് ഒന്നിങ്ങ് വന്നേ. എന്തോ? ഒന്നിങ്ങ് വരാവോ? ഇങ്ങോട്ട് വേണമെങ്കിൽ വാ. ഞാൻ ബ്ലാക്ക് കാറ്റ് അല്ലേ, ഇത്രയും നേരം ഞാൻ കൂടെ നിന്നല്ലേ, എന്നെങ്ങനെ ഒരു ആപത്തേട്ടൻ ഇട്ടിട്ട് പോകാൻ പാടുണ്ടോ? കുറച്ചു മുന്നേ എന്തോ പറഞ്ഞത്? തമ്പായി കോപിക്കാൻ. അതിനെക്കാട്ടി കോപത്തിൽ നിൽക്കുക. പോ. അതെ, നമ്മളിങ്ങനെ എച്ചു വിട്ടും വരച്ചിട്ട് കാര്യമില്ല ചേച്ചി. ബാമോ തൈലവോ അങ്ങനെ എന്തെങ്കിലും വേണോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മന്ത്രിയുടെ മകളല്ലേ. തന്റെ അഹങ്കാരം ഇതുവരെ തീർന്നില്ലല്ലോ. തന്നെ ഞാൻ പറഞ്ഞില്ലേ അത് പറയരുതെന്ന്. മന്ത്രിയുടെ മകളല്ലേ. എന്തെങ്കിലുമൊക്കെ പറ്റൂല. എന്താ അവിടെ? നിരക്കി കാല് വേദനിച്ചിട്ട് ഒന്ന് ഇരുന്നാണ്. എനിക്കും അത് തന്നെ പ്രശ്നം. ഞാനും ഒന്ന് ഇരിക്കാം. ഇരുന്നോ? ഈ മൂഡ് അത്ര ശരിയല്ല. വയറിൽ നിന്ന് എന്തോ മിളിങ്ങാസ്യ. ഇങ്ങനെ നിൽക്കാം. അതെന്താ അത്? ഏതാ ഒരു സൗണ്ട് കേട്ടത്? കമ്ന്ന് കിടന്നുള്ള യാത്ര, യാത്രക്കിടയിലുള്ള ഗ്യാസ് കയറ്റം, അതൊക്കെ കൊണ്ടുണ്ടാകുന്ന ശബ്ദമായിരിക്കും. ഞാൻ ആശ്വസിച്ചിരിക്കുന്നു. ഏത് ശബ്ദം കേട്ടിട്ടാ? എന്റെ ബോംബ് ചീറ്റിയതാണെന്നും പറഞ്ഞു. അതല്ല, ഇത് പൊട്ടിച്ചാണല്ലേ? വേണോ? ടൈമിങ്ങിന് തന്നെ പൊട്ടിക്കണം. എടോ, അത് താൻ കാലെടുത്ത് പൊട്ടിയിലായിരുന്നു, പിന്നെ തന്നെ കാലെടുത്ത് വെച്ചത്. ഇത് ബാഗിൽ കൊണ്ടുവന്നല്ലേ, തണുത്തിരിക്കുന്നു. ഇപ്പൊ ചൂടായിരിക്കാണ്, ഏത് നിമിഷം പൊട്ടും. നമ്മളെല്ലാം തെറിക്കും, ഉറപ്പാണ്. എന്തായാലും പൊട്ടുമല്ലോ. ആർക്കെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവരപ്പുറത്ത് വന്നേരാ, ഞാൻ അവിടെ കാണുവേ. അല്ല, പോവുകയാണ്. പോ വിട്ടു പോ. എന്റെ ബായി, ഇനി ഇത് എപ്പ പൊട്ടിത്തെറിക്കാൻ വേണ്ടിട്ടാണ്? അത് തന്നെ. അയ്യോ, എന്റെ തല പൊട്ടിയേ. അത് ബോംബ് പൊട്ടിയല്ല, അമ്പലത്തിൽ കഥന പൊട്ടിയതാണ്. അയ്യോ, എന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി. നമ്മൾ ശരിക്കും പേടിച്ചല്ലേ? അല്ല, നമ്മളെന്തിനാണ് വീണ്ടും ഇതിനകത്ത് വലിഞ്ഞു കയറിയത്? അത് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, എന്തിനാണ് നീ ഇതിലേക്ക് വലിഞ്ഞു കയറിയത്? ഇനി ഇത് ഏത് കാലത്ത് പൊട്ടെന്ന് പറഞ്ഞിട്ടാണ്? എനിക്കറിയില്ല എന്റെ ദൈവമേ. ലൈഫിൽ ആദ്യമായിട്ടാണ് വെള്ളയിട്ട ബ്ലാക്ക് കാറ്റിനെ കാണുന്നത് അല്ലേ? നല്ല കൈഡ് ഇവർക്ക് ഉഗ്രനായിരുന്നു. മല്ലികാമ്മ, ഇതിപ്പോ വൈറ്റ് ക്യാറ്റ് അല്ലേ, ബ്ലാക്ക് ക്യാറ്റ് അല്ലേ? അല്ല, നന്നായിരുന്നു. ഞങ്ങൾ 3 പേരും, നിങ്ങൾ 3 പേരും തമ്മിൽ ഭയങ്കര സിങ്കാണ്, നല്ല കെമിസ്ട്രി ഉണ്ട്. കാരണം അതാണ് എനിക്ക് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ. നമ്മളെ പേര് എനിക്ക് മഞ്ജുവിൻ്റെ ഓർമ്മ വരിക, മഞ്ജു പിള്ളയുടെ. നല്ല രസമുണ്ടായിരുന്നു, നന്നായിരുന്നു. എല്ലാവർക്കും നല്ല ഒരു ടൈമിംഗ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്നവരുടെ ആ ഒരു ടൈമിംഗ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് കോമഡി ചെയ്യുമ്പോൾ അതൊരു വലിയ ഇതാണ്. കാരണം ആ ഒരു നമ്മുടെ കെമിസ്ട്രി ശരിയാണ്. ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ തുടങ്ങി, ഒരാൾ ആ മുകളിലൊക്കെ അങ്ങനെ തന്നെ വരണം. എന്തെങ്കിലും അതിന് കേൾക്കാനൊരു രസമുള്ളൂ. ആ കാര്യത്തിൽ നന്നായിരുന്നു. സൂപ്പറായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. മന്ത്രിയുടെ മകൾക്ക് വന്ന ബ്ലാക്ക് കാറ്റ്സ്, എന്നിട്ട് അതിനെ മാറ്റിമറിച്ച ഒരു വൈറ്റ് കാറ്റ്സ് ആയിട്ട് ഷജീർ വന്ന വേഷവും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ഇരുന്ന് ആസ്വദിച്ചു. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. നന്നായിരുന്നു. ഈ പറയുന്ന പോലെ നല്ലൊരു എന്താണ് ആ ഒരു നിങ്ങളെടുത്ത ആ ഒരു പ്ലോട്ട് കൊള്ളാം. ആദ്യം കുറച്ച് സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ചിരി കുറച്ച് കുറവായിരുന്നു. സാധാരണ നിങ്ങൾ വന്ന് ഫസ്റ്റ് ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ചിരി കിട്ടുന്നതാണ്. പക്ഷെ ഇന്നത് എനിക്ക് എവിടെയൊക്കെയോ മിസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ചില അവസാനോട്ടോ വന്നു കഴിഞ്ഞപ്പം ആ പാവയൊക്കെ എടുക്കുന്ന ഏരിയ, അതൊക്കെ കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉഗ്രനായിരുന്നു. കുറേ ചിരിച്ചു. ഈ പറഞ്ഞ പോലെ
വിനോദ് അവിടുന്ന് ഇഴഞ്ഞെത്തുകയെന്ന് മനസ്സിലായപ്പോൾ ഷജീർ തന്നെ പയ്യെ നീങ്ങി അങ്ങോട്ടങ്ങ് നിന്ന് കൊടുക്കുക. കാലിൻ്റെ അടിയിൽ വരും, ടോക്ക് വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മ പറഞ്ഞില്ല ഭയങ്കര കെമിസ്ട്രി. അതാണ്. അപ്പോൾ എൻ്റെ സ്ഥിരം നിങ്ങൾ വരുമ്പോൾ ഉള്ളത്ര ചിരി ഇന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ രസമുണ്ടായിരുന്നു. ഒരു പുതിയ ഒരു സബ്ജക്റ്റായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെ 3 പേരും പെർഫോമൻസ് ആണെങ്കിലും അടിപൊളി. താങ്ക് യു ചേട്ടാ. ഇതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സുമിയാണ് സെൻട്രലായിട്ട്. സുമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റ് ക്യാറ്റ്. അതിനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പക്ഷേ സുമി ഒതുങ്ങിപ്പോയി. ഇത് പറഞ്ഞ പോലെ തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളൊരു ടെമ്പോ കീപ്പ് ചെയ്തു, ഒരു കളിയുടെ ടെമ്പോ കീപ്പ് ചെയ്തു. പക്ഷേ കോമഡിയുടെ ടെമ്പോ കുറഞ്ഞു പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം അതെല്ലാം മാറ്റി ഇതായിരിക്കുമല്ലോ, അടുത്ത പ്രാവശ്യം വേറെ ആയിരിക്കുമല്ലോ. ഈ തമാശയുടെ കുറവ് ആ അടുത്ത പ്രാവശ്യം വരുന്നതിലുണ്ടാകരുത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നമ്മുടെ കൈയോടെ നമുക്ക് ആ പൈസ വാങ്ങിക്കാം അല്ലേ? ഓക്കെ. അസിസ്ക, എത്ര മാർക്ക്? ഞാൻ ആ പാവപ്പെട്ട തീവ്രവാദിക്ക് ഒരു 8 മാർക്ക് കൊടുത്തിരിക്കുന്നു. 8000 രൂപ മുറിവ് വെച്ച് കേട്ടാൻ 8000 രൂപ. രാജു ചേട്ടാ, ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല. 8000 രൂപ ഞാനും കൊടുത്തു. 16,000 രൂപയായി. അല്ല, ഞാൻ തരുന്നത് സൈക്കിളിൽ നിന്ന് വീണ് ഉളുക്കും ചതവൊക്കെ പറ്റിയിട്ടോ അതിൻ്റെ കുഴമ്പ് വാങ്ങിക്കാനുള്ളത്. ഓപ്പണായിട്ട് കൊടുക്കുന്നില്ല, ഞാൻ പേഴ്സണലായിട്ട് കൊടുത്തോളാം. ഓക്കെ. അപ്പം ഇതുവരെ 16,000 രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി ടോട്ടൽ എമൗണ്ട് നോക്കാം. 30,000. 30,000. നല്ല മാർക്കാണ്. ലാസ്റ്റ് ടൈം എത്രയായിരുന്നു? 40. ഓക്കെ, ഉഷാർ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം 50, 75 വേണ്ട നമുക്ക്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ബൈ. സ്റ്റാൻഡപ്പിനുള്ള സമയമാണ്. മോൺസ്റ്റർ വിളിക്കേ. കാലിക്കറ്റ് നിന്ന് let's welcome ഗിനീഷ് ഗോവിന്ദ് from Calicut. കഴിഞ്ഞ ദിവസം സ്കിറ്റി വന്ന് പൊളിച്ചടുക്കി, സ്റ്റാൻഡപ്പിലൂടെ പൊളിച്ചെടുക്കാൻ പോവാ. അപ്പൊ എല്ലാം വഴങ്ങും എന്നുള്ളതാണ്. ഏറ്റവും വഴങ്ങുമ്പോൾ സ്റ്റാൻഡപ്പും വഴങ്ങും. ഗിനീഷിനെ പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ അല്ലേ, തമാശ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മിമിക്രി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കഴിഞ്ഞ സ്കിറ്റ് കണ്ടിട്ട് അസിസ്ക പറഞ്ഞ വേറെ തലത്തിൽ അല്ല, ഗിനീഷിന്റെ തമാശയൊക്കെ മനസ്സിലാക്കണേ. LLB ഒക്കെ പാസ്സാവേണ്ടി വരും. ഇന്നും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിരിക്കും അല്ലേ? ഇല്ല, ഇന്ന് വളരെ സിമ്പിൾ ആക്കി. അക്കാര്യത്തിൽ നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ ഒക്കെയാണ്. ആണല്ലേ? ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ സിമ്പിൾ ആക്കി പിടിക്കണം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ +2 എങ്കിലും പാസ്സാവണം. അല്ലെങ്കിൽ പ്രശ്നം ഗുരുവിനാണ്. ഗുരുനാഥനെ ഞങ്ങൾ ഇവിടെ പഞ്ഞിക്കിടും. അപ്പൊ ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഇത് ഐറ്റം നമസ്കാരം. എൻ്റെ പേര് ഗിനീഷ് ഗോവിന്ദ്. എന്നെ കണ്ടാ ചെറിയ തകരാറുള്ള പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. ആരെ ശിഷ്യനാണ്? ഒരുപാട് ഗുരുക്കന്മാരുണ്ടല്ലോ. നമ്മളെ തെക്കേൽ അമ്മായി എങ്ങാൻ ഇതുവഴി പോയിരുന്ന? ഇല്ല. നന്നായി. എൻ്റോട്ടല്ല, ചെറിയ തകരാറുള്ള കൂട്ടത്തിലാ. 2002 വരെ അമ്മായിക്ക് വലിയ തകരാറൊന്നും ഇല്ലേനു. ഞങ്ങളെല്ലാം കൂടെ കുടുംബസമേതം അന്ന് റിലീസായിട്ടുള്ള ഒരു ഹിറ്റ് പടം കണ്ട് തിരിച്ചു വന്ന് നന്ദനം. വീട്ടിൽ വന്നതിന് ശേഷം പൂജാമുറി കയറിയിട്ട് അമ്മായി കുറേ കരച്ചിലും പിഴിച്ചിലും ബഹളവും. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീടിൻ്റെ മെയിൻ സ്വിച്ചും വലിച്ചഴിഞ്ഞ് അതേപോലെ തന്നെ ആ സ്വിച്ച് എടുക്കഴിഞ്ഞിട്ട് വീട് മൊത്തം ഇരുട്ടിലായി. എന്നെ ഇങ്ങനെ ഇരുട്ടത്താക്കിയിട്ട് നിങ്ങളാരും വെളിച്ചത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞ് പീസും വലിച്ച് അമ്മായി അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് വരുമ്പോൾ ഉമ്മറപ്പടി തലയടിച്ച്. അതിന് ശേഷം ഒരു ലെക്ക് പോയ മട്ട. കഴിഞ്ഞ ദിവസം പട്ടിക്ക് ചുമ കൂടി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് 4 ബോട്ടിലാ കുടിപ്പിച്ച്. ഇതും പോരാന്നിട്ട് അക്വേറിയത്തിൽ കിടക്കുന്ന മീനിന്റെ അടുത്ത് പുറത്തേക്ക് ഇട്ട് അതിന്റെ വയറ്റിലെ വെള്ളമൊക്കെ ഞെക്കി കളഞ്ഞിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് നട്ടപ്പാതിരക്ക് പൂവൻ കോഴി കൂന്ന് പറഞ്ഞിട്ട് ഫെവിക്കോളിന്റെ ആ തലുവ മുക്കിയിട്ട് അതിന് കഴിക്കാൻ കൊടുക്കുക. അപ്പൊ ഞാൻ വല്യമ്മാമനോട് പറഞ്ഞല്ല, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് കാണിച്ചൂടെ? ഞാൻ മൂപ്പരോട് പറഞ്ഞപ്പോ മൂപ്പർ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? നീ ഈ കാണുന്ന ഞാനില്ലേ, ആ ഞാനില്ല, നിങ്ങൾ കാണുന്ന ഈ ഞാനുണ്ടല്ലോ, ആ ഞാൻ ശരിക്കും ഞാനല്ല. നിങ്ങൾ ആരാച്ച അമ്മായിനെ കൊണ്ടുപോയിക്കോ, ഞാൻ അതിനൊന്നും ഇല്ലാന്ന്. ഇതൊന്നും പോരാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മല്ലികച്ചി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൃഷിനോടൊക്കെ വലിയ താല്പര്യം അമ്മായിക്ക്. അതായത് ഒരു ദിവസം ഞാൻ രാവിലെ നോക്കുന്ന ഒരു പ്ലാവിൻ്റെ കഷ്ണം ഒരു തയ്യെടുക്കാൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു. അപ്പുറത്തുനിന്ന് ഒരു മാവിൻ്റെ കഷ്ണം. ഞാൻ ചോദിച്ചു എന്താ പരിപാടി? ഒന്നുമില്ല, രണ്ടും കൂടെ ബെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാങ്ങാ മരം ഉണ്ടാക്കി.
ഇതിന്റെ മുകളിൽ കുറെ മാങ്ങാമഴങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാലോ. നല്ല കാര്യല്ലേ, പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്. തെക്കൻ കാറ്റും തുലാവർഷവും കൂടി ഒന്നിച്ചിടിച്ച് പൊട്ടി വീണ് അമ്മായിന്റെ തലേ തന്നെ അങ്ങനെ പോയി. പക്ഷെ കവിതയൊക്കെ എന്നതിൽ ഗംഭീരാന്നേ. കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരം കവിതയാണോ എഴുതുന്നത് അതേപോലെ തന്നെ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂപ്പര കളി. അങ്ങനെ കഴിഞ്ഞ ദിവസം നട്ടപ്പാതിരക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലെ പ്രേതബാധ, ഇതാ കവിത. ഇത് എഴുതാൻ വേണ്ടിയിട്ട് നട്ടപ്പാതിര 12:30-1 മണിക്ക് നമ്മളെ മുറ്റത്ത് ഇറങ്ങി കവിത എഴുതി കൊണ്ടിരിക്കുമ്പോൾ പൂവൻകോയിനെ കക്കാൻ വന്നതാ പറമ്പിലെ സതീശൻ. ഇവൻ അമ്മായിനെ കണ്ട്. ഇപ്പൊ ഞങ്ങളെ പഞ്ചായത്തിൽ ഒരു വാർഡിൽ 2 കവികളാ, ഒന്ന് അമ്മായിയും സതീശനും. സതീശന് പിന്നെ പ്രശസ്തി ആഗ്രഹം ഇല്ലാത്തതിനെ കൊണ്ട് വയലാറ്, ONB, ഉള്ളൂര് ഇവരെയൊക്കെ പേരിലാണ് ഇപ്പം കവിത എഴുതി കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞായറാഴ്ച മാത്രം എൻ്റെ പേരിൽ എഴുതും. കാരണം എന്ന് വെച്ചാൽ അന്നാണല്ലോ ഷോക്കടിപ്പിക്കുന്ന ദിവസം. സംഭവം എങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുന്ന ഒരു അമ്മായി ആൾക്കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഒരുങ്ങുക. ഏകദേശം നമ്മളെ മല്ലിക ചേച്ചി ഒരുങ്ങിയിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. രാവിലെ അമ്മ കുളിപ്പിക്കും, പുത്തനുടുപ്പുകൾ ഉടുപ്പിക്കും, പുസ്തക സഞ്ചി എടുപ്പിക്കും. ഞാൻ ചോദിച്ചു എങ്ങോട്ടാ? കലാലയത്തിലേക്ക്. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടാ ഇപ്പൊ വീണ്ടും പഴയ ആൾക്കാരെയൊക്കെ കലാലയത്തിലേക്ക് കൊണ്ടുവന്ന പുതിയൊരു സംവിധാനം. ആടെ ചെന്നോക്ക് മാറിക്കാനുള്ള അമ്മായിൻ്റെ ഒരിക്കൽ പണ്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കുഞ്ഞിക്കണ്ണം, മൊയ്തി, കുമാരൻ, നാണു. ക്ലാസ് എടുക്കുന്ന കുട്ടിക്കൃഷ്ണൻ മാഷ മുന്നിൽ തന്നെ കുത്തിരിക്കാന്ന് നമ്മളെ കോപാലെ അത്തുംപുത്തും അയക്കി. ഗോപാലിനോട് ആദ്യം തന്നെ മാഷ് വന്നതിന് ചോദിച്ചു, ഗോപാല 10-10 60 കള്ളപ്പന്തി. എന്നോട് ഇത്രയും കാലമായിട്ട് ഞാൻ ഇന്ന ഇവിടുന്ന് പഠിപ്പിച്ച് എല്ലാവരും കൂടി തൂക്കിപ്പിടിച്ച് ഗോപാലിൻ്റെ ബെഞ്ചിൻ്റെ മുകളിൽ കാറ്റി നിർത്തി. അപ്പം ബേക്കിൽ നിന്ന് ഇത് കാണുക എന്നാര് ബാലനും ശ്രീധരനും. ബാലൻ ശ്രീധരനോട് എല്ലാവരോ ഇവൻ എന്ത് പൊട്ടണ, ഇവൻ 10-10 20 അല്ലേ. ഞാൻ ചെന്നിട്ട് മാഷ് എടുത്ത് പറയട്ടെ. അപ്പം ഇവൻ പറഞ്ഞെന്താണെന്നറിയോ, 10-10 60 എന്ന് അറിഞ്ഞിട്ട് അവനെ വെറുതെ വിട്ടിക്കില്ല. പിന്നെ 20 പറഞ്ഞിട്ട് അയാൾ എടുത്ത് പോകുന്ന വെറുതെ സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിറ്റേന്ന് ഞങ്ങൾക്കൊരു ഫോൺ വന്ന് ഉള്ള ആരെങ്കിലും ഒന്ന് അമ്മായിനെ ഒന്ന് ഹോസ്പിറ്റലാക്കിക്കൊണ്ടൊന്ന് വരണമെന്ന്. എന്താ സ്ഥിതി? ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കല്ലേ പാവോ. ഡോക്ടറിനോട് ഇറ്റ്സ് എ മിറാക്കിൾ. എൻ്റെ ഒരു ലൈഫിനിടയ്ക്ക് ഞാൻ എൻ്റെ മെഡിക്കൽ സയൻസിൽ എന്തോ രക്ഷപ്പെട്ടതാണ്. വേണമെങ്കിൽ മലയാളം ഭാഷയ്ക്ക് വേണ്ടിയിട്ടൊരു പരാതി കൊടുക്കാം പോലീസിൽ. ആ ഇ ഈ ഉ ഇതിനപ്പുറത്തേക്ക് എന്നൊന്നും പറയുന്ന അക്ഷരം എഴുതിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പം BP ഹൈ ആയി കുഴഞ്ഞ് വീണതാ. ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ കാക്കാ കാക്കാങ്ങ, ചാച്ചാ ചാച്ചാഞ്ഞ, ടാറ്റാ ടാട്ടാണ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വീട്ടിൽ കുട്ടികൾ കൊണ്ടു നടക്കുന്നുണ്ട്. കാണിക്കേ വേണ്ട, എപ്പം തട്ടിപ്പോയി എന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഇൽ ഒക്കെ എഴുതിക്കുന്നുണ്ട്. കുടുംബക്കാരെ മുഴുവൻ വിളിച്ച് വരുത്തിയിട്ട് എഴുതിച്ചാൽ മതി. എല്ലാവർക്കും പെട്ടെന്ന് ലീവ് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയാ സംഗതി വെച്ചാലും പിറ്റേന്ന് മലയാളം ക്ലാസ്സാണ്. അവിടെ ചെന്ന് മലയാളം മാഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ശ്രതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമായി 2 അക്ഷരം കുറഞ്ഞിടില്ലതു മഞ്ചരിയായിടും. മാഷ് പറഞ്ഞു തീർന്നില്ല. സ്ലേറ്റ് എടുക്കാൻ ചോദിച്ചാൽ ഒറ്റ ഏറ് കൊടുത്ത് 4 സ്റ്റിച്ച് അവിടെ. പണ്ടുള്ള ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ ഫുള്ളും നമ്മൾ വയോജനങ്ങൾ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് 2 അക്ഷരം കുറവും. അപ്പോഴത്തേക്ക് എന്ത് പണിച്ചതെന്ന് വെച്ചാൽ മനുഷ്യാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എല്ലാവർക്കും കത്തെഴുതി. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത് യോഗം വിളിച്ച് എങ്ങനെയാണ് അങ്ങനെ ഒരു നില വന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയില്ല കേട്ടാ. ഇത്തരത്തില് 2 അക്ഷരത്തിന്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചത് ഇത് അച്ചടിയിലുണ്ടായിട്ടുള്ള ചില പെശകാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേജിൽ അത് ഉണ്ടാകുമല്ലോ. പ്രതിപക്ഷം വിടുവോ? കുഞ്ചാലിക്കുട്ടി സാഹിബ് ഭയങ്കര നോ 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 അങ്ങനെ ഒരു ഇഷ്യൂ അല്ല ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണിത്. പാവപ്പെട്ട കുട്ടികളെ പഠിക്കും പോലെ 2 അക്ഷരം ഏതായി അക്ഷരം എന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ ആകെ കുലുമാലായി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കുമ്മനഞ്ചി അതിനെതിരെ കരഞ്ഞിട്ടാണെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന പാവങ്ങൾ, അവർക്ക് 2 അക്ഷരം കൊടുത്ത് സർക്കാരിന് എന്ത് കാര്യമാണ്? ആകെ നിലവിളിയായി. പക്ഷേ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് അതങ്ങ് പറഞ്ഞ്, എന്തോ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടിയുടെ മനസ്സിലാവില്ല, ശതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമായി അവർ കൃത്യമല്ലോ, കൃത്യല്ലേ? 2-ാം പാദത്തിൽ അന്ത്യമായി 2 അക്ഷരം കുറഞ്ഞീടിൽ അത് മനുഷ്യര് ആർക്കാ മനസ്സിലാത്താർക്കാ? മനസ്സിലായിട്ടില്ല. മനസ്സിലായി കൈയടിച്ചനെ. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ലോകത്ത് മൊത്തം എത്തിച്ച് 2 അക്ഷരം കുറഞ്ഞ്
നിങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മധ്യപൂർവേഷ്യയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പാഠ്യപദ്ധതിയിൽ ഒരു അക്ഷരം പോലും കുറക്കാനുള്ള യാതൊരു തരത്തിലുള്ള നീക്കം അവിടെ നടത്തില്ല. ഇവിടെ കണ്ടതുപോലെ എല്ലാം ചെയ്യുന്നു. പിന്നെ എങ്ങനെ ഒരു സംരംഭകൻ ഇവിടെ വളരും? അല്ല മോനെ ജീവ, ഇത് മൊത്തം കറണ്ടിലോ ജനറേറ്ററിലോ പോകുന്നത്? കറണ്ടില്ല. ഇനി ഏതെങ്കിലും ഒരു 2 വയർ എടുത്തിട്ട് എൻ്റെ മൂക്കിലോ ചെവിയിലോ ഒന്ന് ഫിറ്റ് ചെയ്താ എനിക്ക് കവിത എഴുതിയ സമയമായി. ഉണ്ണിക്കുട്ടനെ തന്നെയല്ലോ അമ്മയ്ക്കന്നുമാതേറെ ഇഷ്ടം. ഉണ്ണിക്കുട്ട കുഞ്ഞുവാവേ അമ്മായിയെ പൊന്നുമോനെ. അടിപൊളി, ഉഷാർക്ക് ഉഷാർ അല്ലേ? ഞാൻ ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി കണ്ടിട്ടുണ്ട്, പല വേദികളിൽ പലരെയും കാണിക്കുന്നത്. പക്ഷേ ഇതുപോലെ നമ്മുടെ ശ്രദ്ധ അണുവേണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഇതിൽ തന്നെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം തോന്നിയ മനോഹരമായ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇന്നാണ് കാണുന്നത്. സത്യം പറയാം, അസാധ്യത. അത് മാത്രമല്ല, അതൊരു കഥ പറയുന്ന പോലെ എല്ലാം ലിങ്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ള എന്തെങ്കിലുമൊക്കെ പറയല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോഴും അത്ര സുന്ദരമായിരുന്നു. കാരണം നല്ല സിറ്റുവേഷൻസ്, അതിനൊക്കെ ഒരു ചേർച്ചയുണ്ട്. അത് പറഞ്ഞതോ അതിനെക്കാട്ടി നന്നായിട്ട് പറയുകയും ചെയ്തു. സത്യം പറയാം, ഞാൻ ഒത്തിരി ഒരുപാടിടത്ത് ജഡ്ജായിട്ടൊക്കെ പോയത് ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കോമഡി കണ്ടത് ഇപ്പോഴാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിന്റെ ഉള്ളിലെ ഒരു ആഗ്രഹം കൂടെ നീ ആ കൂട്ടത്തിൽ സാധിച്ചെടുത്തു. ആ 4 പേരുടെ ശബ്ദം പറഞ്ഞത് ഈ അമ്മായിയുടെ കൂട്ടത്തിൽ അതുകൂടെ അല്ലെങ്കിൽ, പക്ഷെ ഒരിക്കലും നമുക്ക് അത് രണ്ടും വേറിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. തുടക്കം മുതൽ അവസാനം വരെയും നല്ല രസത്തിൽ, പ്രത്യേകിച്ച് ആ കോഴിക്കോട് സ്ലാങ്ങിലൂടെ പറഞ്ഞു വന്നപ്പോൾ അതിനൊരു മധുരം കൂടി എന്നുള്ളതാണ്. ഭംഗിയായിരുന്നു, ഗംഭീരമായി. ഗുരുവിന്റെ പേര് കളഞ്ഞില്ല. അല്ല, ഗുരുവിന്റെ ഒരു സ്റ്റാൻഡപ്പ് ഇവിടെ വേണം. എൻ്റെ ഉണ്ട്. ഗിരീഷേ, മല്ലി ചേച്ചി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ് കേട്ടോ. ഉഗ്രനായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡീസ് ഇപ്പോൾ കാണുന്നുണ്ട്, പക്ഷേ മിക്കവർക്കും ഒരു പ്രസൻറ്റ് ചെയ്യുന്നൊരു ശൈലി ഏകദേശം ഒരുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഗിനീഷിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുള്ളൂ, ഗിനീഷിന് തൻ്റേതായിട്ടൊരു ശൈലിയുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക, അത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഗിനീഷേ ഭയങ്കര രസമായിരുന്നു. പിന്നെ പ്രസൻറ്റ് ചെയ്ത രീതിയും അതുകൊണ്ട് നിർത്തിയ ആ ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗിനീഷ്, ഇതിൻ്റെ തുടക്കം നീ വന്ന് പറഞ്ഞില്ല എനിക്ക് എന്തെങ്കിലും കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടോ? അത് നിൻ്റെ ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു. കാരണം എന്താ പറയുക, ക്ലൈമാക്സ് കൊണ്ടുവരാൻ വേണ്ടി നീ ഇവിടെ എത്ര കറണ്ടിലാണ് വരുന്നത്, കവിത എഴുതാൻ സമയമായെന്ന് പറയാം. കാരണം പിന്നെ രണ്ടാമത് അമ്മായി അങ്ങ് കാണാൻ കൊതിയായി. അതിൻ്റെ പ്രസൻറ്റേഷനിൽ നമുക്ക് സത്യം കാണാൻ കൊതിയായി. ഭയങ്കര രസമായിരുന്നു. നീ മിടുക്കനാണ്, നീ സ്ക്രിപ്റ്റ് എഴുതാനും മിടുക്കനാണ്, അത് പ്രസൻറ്റ് ചെയ്യാനും മിടുക്കനാണ്. നിൻ്റെ ആഗ്രഹമായ മിമിക്രി നീ എന്തൊക്കെ ചെയ്താലും ഇടയിൽ ചെറുതായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അത് ഗംഭീരമായിട്ട് ഒരു മറ്റേ ഏച്ചുകെട്ടിലില്ലാതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി കേട്ടാ, സൂപ്പർ. ഞാനെന്താ പറയുക, പറയാൻ കാര്യം സത്യം വളരെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ പലരും അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരും, നമ്മളൊക്കെ ഇതിനൊക്കെ എഴുതി. ഇതിപ്പോൾ ഇദ്ദേഹം തുടങ്ങിയിട്ട് അവസാനിക്കുന്നതിന് വരെ നമ്മൾ ഇത് സ്റ്റാൻഡപ്പ് കോമഡി പറയുകയാണെന്നുള്ള ഫീൽ ചെയ്ത് നമ്മളങ്ങ് പോയി. ഒരു കഥ കേൾക്കുന്ന ഒരു സുഖമായിരുന്നു അത് വലിയ പ്രയാസമാണത്. കാരണം അത് അത്രയും കഴിവുണ്ടായിട്ടാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞ് അവസാനം നിയമസഭ വരെ എത്തി എന്നുള്ളതാണ്. അമ്മായി തുടങ്ങിയതാ. അമ്മായി ഇപ്പം എവിടെ? അപ്പോൾ അത് ചികിത്സയല്ല. ഏതായാലും അതൊരു സത്യം പറഞ്ഞാൽ ഇത്രയും ലിങ്ക് ചെയ്തിട്ടൊരു സംഭവം ഇങ്ങനെ കൊണ്ടുപോകുക ഒരു കഥ പോലെ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു യു. അടിപൊളി. അപ്പോൾ ഗിരീഷേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ സ്കിറ്റിൽ കാണാം, സ്റ്റാൻഡപ്പിൽ കാണാം. തെറവറ കാണേണ്ട വരും. തറവാട്ടിലായി. ഇത് നമ്മുടെ ഒരു ഐറ്റം വേറെ തന്നെയാണ്. ഗിരീഷേട്ടാ കാണാട്ടോ. നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് പറഞ്ഞിരുന്നു മല്ലികാമ്മയുടെ സിനിമാ ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ നമ്മൾ ഫ്ലവേഴ്സ് ടിവിയോടൊപ്പം ആഘോഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹം, ഒരു ചെറിയ ആദരം ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളത് ചെയ്തോട്ടെ. എന്നാലും ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹമാണ്. ഇത് ഐറ്റം വേറെ. ഇത് സത്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കുമല്ല ഇതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാര്യം മല്ലികാമ്മയെ പോലൊരാൾക്ക് ഒരു ഒരു പൊന്നാട അണിയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലേ? അപ്പൊ നമുക്ക് 3 പേർക്കൂടെ ചെയ്യാം.
സിനിമാ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ ആഘോഷമാക്കുന്ന നമ്മളുടെ സ്വന്തം മല്ലികാമ്മയ്ക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ ഇത് ഐറ്റം വേറെയുടെ ഒരു ചെറിയ സ്നേഹം, ചെറിയ ആദരം. ഇത് ചെറിയ സ്നേഹമല്ല. ഇത് തുടങ്ങുമ്പോൾ ശ്രീകണ്ഠനാഥ് സാറെല്ലാം കൂടെ ദോഹയിൽ വന്നിരുന്നു. അന്ന് ഞാൻ ദോഹയെ താമസമാണ്. പക്ഷേ എങ്കിലും അതിലൊരു 3-4 പേരെ ഞാൻ അന്ന് തുടങ്ങുന്ന കാലത്ത് ദോഹയെ വെച്ച് കണ്ടതാ. അപ്പം ഇനി ഒരു ചെറിയ മധുരം കൂടെ ആയാലോ? ഇനി മധുരോ? അപ്പൊ കേക്ക് വരട്ടെ. കേക്ക് വരട്ടെ. ഒരു ഷാജിയുടെ നമുക്ക് ഒരു കുറച്ച് മധുരം ആയാലോ? തീർച്ചയായും കട്ട് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ മിസ്സസ് ഇവിടെ ഉണ്ട്, ഉഷ മാം. ഞാനും കണ്ടു. പ്ലീസ് ഒന്ന് വേദിയിലേക്ക് വരണം. സന്തോഷമാവും. അതെ, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറായ മിസ്റ്റർ അർജുൻ പ്ലീസ് സ്റ്റേജിലോട്ടൊന്ന് വരണം പ്ലീസ്. വന്നേ പറ്റൂ. ഇപ്പോഴാണ് ഫ്രെയിം കറക്റ്റ് ആയത്. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാമായ ശ്രീകണ്ഠൻ സാറ്, സാറിന്റെ എല്ലാമായ ഉഷ മാം, നമ്മുടെ ഇത് ഐറ്റങ്ങളുടെ എല്ലാമായ അർജുൻ, എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് ആ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ മല്ലികാമ്മ ഒത്തിരി സന്തോഷം. ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹമാണ്. മോനെ, ഞാനല്ലേ സന്തോഷം പറയേണ്ടത്. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനായിട്ട് നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് തയ്യാറായതിൽ ഈ വയസ്സുകാലത്ത് ഇതെല്ലാം ഒരു ദൈവാധീനമായിട്ട് കാണുക ഞാൻ. അപ്പം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ഞങ്ങളെ ചിരിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകരെല്ലാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ മല്ലികാമനെ കാണുമ്പോൾ തന്നെ മലയാളികൾക്കുള്ള പെട്ടെന്ന് ഓർമ്മ വരുന്ന 2 പേരാണ് ഇന്ദ്രനും രാജുവും. ഒരിക്കലും അതിനകത്തൊരു ഇതുമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ 2 പേരും ഒരുപാട് ഇഷ്ടമാണ് മലയാളികൾക്ക്. അതിൻ്റെ ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും മല്ലിക ചേച്ചിയുടെ സ്നേഹം. അപ്പോൾ ആ സ്നേഹം എന്നും മല്ലിക ചേച്ചിയുടെ കൂടെ, എന്നും രാജുവിൻ്റെ കൂടെ, ഇന്ദ്രൻ്റെ കൂടെ എന്നും ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും. ഞാനും പ്രതീക്ഷിക്കുന്നവരൊക്കെ എൻ്റെ കൊച്ചുമക്കളായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു കാലം വരട്ടെ. മക്കളെ ഇങ്ങോട്ട് പാടാന്നൊക്കെ പറഞ്ഞു. ആ നാവ് പൊന്നാവട്ടെ. തീർച്ചയായിട്ടും. അല്ല, സുന്ദരക്കുട്ടപ്പനല്ലേ എന്താ? ഇതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോകുന്നു. ഇതിനപ്പുറത്തിന് ആരും ഒന്നും പറയട്ടെ. ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.